ഹലോ, സൈസ് ഡ്രീം വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ സൺഡേ എടുത്ത വീഡിയോ ആണ് കേട്ടോ. അതായത് ഡിസംബർ 1-ാം തീയതി. അപ്പോൾ ഇന്നൊരു മാരേജ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ട് പോവുമായിരുന്നു. വഴിക്കടവാണ് കേട്ടോ. അപ്പോൾ വീടിൻ്റെ അടുത്തുള്ളൊരു താത്താൻ്റെ മോളുടെ കല്യാണമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും പോന്നിട്ടുണ്ട്. അമ്മയുണ്ട് കേട്ടോ. അമ്മ പിന്നെ അടുത്തുള്ള വേറൊരു ഏട്ടനും വൈഫും കൂടെ പോരുന്നുണ്ട്. അപ്പോൾ ഓരോ വണ്ടിയിലാട്ടോ പോന്നിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഒരു 11:30 ആവാൻ നേരത്താണ് കേട്ടോ പോയിട്ടുള്ളത്. അപ്പം നമ്മളെ വീട്ടിൽ നിന്ന് കുറച്ച് പോകണം കേട്ടോ വഴിക്കടവിലേക്ക്. അപ്പോൾ എന്തായാലും ഏട്ടനും അച്ഛയും ഞാനും രഞ്ജുവും കുട്ടികളൊക്കെ ഉണ്ട്. ഇതിപ്പോൾ എടക്കര എത്തിയിട്ടുള്ളൂ. എടക്കര നിന്നുള്ള കാഴ്ചകളാണ് കേട്ടോ അത്. അപ്പോൾ അവിടെ പെന്ത്രൂഞ്ഞാലും തോണിയും അതൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെ അങ്ങനെ കണ്ടു പോരായിരുന്നു കേട്ടോ. പിന്നെ ഇതാ ഞങ്ങളവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് കേട്ടോ പുതിയെണ്ണ്. അപ്പോൾ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് കേട്ടോ, വീട്ടിൽ വെച്ചിട്ടല്ല. ഞങ്ങളവിടെ എത്തിയപ്പോൾ തന്നെ ആളിതാ സ്റ്റേജ് മേലൊന്നും ആയിരുന്നില്ല കേട്ടോ. ഫോട്ടോഷൂട്ടിനൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങിയതായിരുന്നു. പിന്നെ ചെക്കൻ വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഞങ്ങളെത്തിയ സമയത്തൊന്നും. അപ്പോൾ ഇതാണ് നമ്മുടെ താത്താൻ്റെ സിസ്റ്ററിൻ്റെ മോളാണ് കേട്ടോ അത്. അപ്പോൾ ഞങ്ങളെല്ലാവരെയും കണ്ടപ്പോൾ ഇങ്ങനെ സംസാരിക്കുകയായിരുന്നു. പിന്നെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് അവരോടൊക്കെ യാത്ര പറഞ്ഞിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയിട്ടോ. ചെക്കനെ ഞാൻ കണ്ടില്ല, അമ്മയൊക്കെ കണ്ടു പറഞ്ഞു. ഞാൻ ഫുഡ് കഴിച്ച് വാഷ് ചെയ്യാൻ പോയ സമയത്താണ് തോന്നുന്നു എത്തിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. പിന്നെ മോളൊക്കെ ആകെ കച്ചറയാക്കിയിട്ട് ഞങ്ങൾ വേഗം പോന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ പോണത് ചുരം കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അപ്പം നാടുകാണി ചുരം, നാടുകാണി വയനാട് ഗൂഡല്ലൂർ ആ ഭാഗം. അപ്പോൾ ജസ്റ്റ് ഞങ്ങൾ പിന്നെ ഏട്ടനോട് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ അങ്ങനെ പറയാം, നമുക്ക് ആ ചുരം ഒന്ന് കാണാൻ പോകും. അവിടെ ഇങ്ങനെ നിന്നിട്ടുള്ള വ്യൂസൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പം അങ്ങനെ അതൊന്ന് കയറാൻ പോവാമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഏട്ടൻ പറഞ്ഞു ആയിക്കോട്ടെ നമുക്ക് പോവാമെന്ന് പറഞ്ഞു. പിന്നെ പോയി ഞങ്ങൾ ഗൂഡല്ലൂർ എത്തിയിട്ട് അവസാനം. അപ്പോൾ കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും നല്ല രസമായിരുന്നു കേട്ടോ പോയത്. എല്ലാവരും കൂടെ ഉണ്ടായിരുന്നു. അമ്മ പിന്നെ നമ്മുടെ വണ്ടിയിൽ തന്നെ കയറി കേട്ടോ. മറ്റ് ഏട്ടനും വൈഫും കൂടെ അങ്ങോട്ട് പോയി. ഞങ്ങളവരെ വിളിച്ചു. അപ്പോൾ അവർക്ക് വേറെ എന്തൊക്കെയോ പ്രോഗ്രാമുണ്ട്, സൺഡേ ആയതുകൊണ്ട്. അപ്പോൾ അതാ ഈ ഹോട്ടൽ ഏട്ടൻ വർക്ക് എടുത്തൊരു സൈറ്റാണ് കേട്ടോ. അപ്പോൾ ഏട്ടൻ അങ്ങനെ പറഞ്ഞിരുന്നു ഇവിടെ നമുക്ക് വർക്ക് ഉണ്ടായിരുന്നു എന്നൊക്കെ കേട്ടോ. അപ്പോൾ ഏട്ടനിങ്ങനെ എല്ലായിടത്തും പിന്നെ ഓരോ ഷോപ്പിലും വീടുകളിലൊക്കെ പോയിട്ട് പണിയെടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതാ ചുരം ഇങ്ങനെ ഫസ്റ്റ് വളവെത്തി അങ്ങനെ പറയുന്നു കേട്ടോ ഷിബേട്ടൻ. ഞങ്ങൾക്ക് വല്ലാതെ അറിയില്ല. ഞങ്ങളിപ്പോൾ ഇതിലിടയ്ക്ക് ഒരു ദിവസം മൈസൂർ പോയിരുന്നു. അന്ന് ഞാൻ യൂട്യൂബൊന്നും തുടങ്ങിയിട്ടില്ല കേട്ടോ. അന്ന് പോയതാണ് ഈ വഴിയെ, പിന്നെ പോയിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഏട്ടന് ഇടയ്ക്ക് വയനാട്ടിലേക്കും പിന്നെ ഗൂഡല്ലൂർ അങ്ങനെ പിന്നെ ഇടയ്ക്ക് പോവാറുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വലിയ വഴീൻ്റെ ഇതൊന്നും വല്ലാതെ അറിയില്ല. പിന്നെ അതാ നമ്മൾ പോയി ഒരു 2-3 വളവ് കഴിയുമ്പോഴത്തേന് പിന്നെ കാണുന്നൊരു വ്യൂ പോയിൻ്റാണ് കേട്ടോ അത്. അപ്പോൾ ഇവിടേക്ക് വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ ഞങ്ങൾ. സത്യം പറഞ്ഞാൽ ഇവിടുന്ന് താഴത്തേക്ക് നോക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനൊക്കെ. അപ്പോൾ നമ്മൾ എടക്കരങ്ങാടിയും വഴിക്കടവങ്ങാടിയൊക്കെ കാണുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതൊന്ന് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ അതാ എന്തായാലും നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ. നിങ്ങൾക്ക് വീഡിയോയിൽ എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷേ നല്ല ഭംഗിയായിരുന്നു കാണാൻ. കുറച്ച് കോടയും കൂടെ ഉണ്ടെങ്കിൽ ഇതിലാറെ ഭംഗിയാണ് കേട്ടോ. അത് ഇപ്പം തന്നെ ഉണ്ട് കുറച്ചൊക്കെ കോട, എന്നാലും ചെറിയ തോതിലുള്ളൂ. പിന്നെ രാത്രിയൊക്കെ കാണാനാണെങ്കിൽ ഇതിലാറെ ഭംഗിയായിരിക്കും കേട്ടോ. അപ്പോൾ പിന്നെ ഏട്ടൻ പറഞ്ഞു നമ്മളേതായാലും ഇവിടെ വന്നില്ലേ, അപ്പോൾ നമുക്ക് ഗൂഡല്ലൂർ അവിടെ വരെ ഒന്ന് പോയി നോക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയിട്ടോ. അപ്പോൾ കൂട്ടത്തിൽ നമുക്ക് ചെറിയ മൃഗങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കാണാമല്ലോ പറഞ്ഞിട്ട് അപ്പോൾ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ പോണ വഴിക്കലൊക്കെ ഉണ്ടായിരുന്നു, ഞാൻ കാണിച്ചു തരാം. പക്ഷേ ആനയും സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. കുട്ടികൾക്ക് ആനേനൊക്കെ ഇങ്ങനെ കാണാനായിരുന്നു ഭയങ്കര ആഗ്രഹം. ഇവിടെ ഇങ്ങനെ സൈൻ ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ പിക്ചർ കണ്ടിട്ട് ഇവിടെ ആനയുണ്ട്, ഇവിടെ ഇറങ്ങി നിൽക്കാം, നമുക്ക് അവർ വരുമ്പോൾ കാണാമെന്നൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. പിന്നെ ഈ സമയം ഒരു ഉച്ചയ്ക്ക് ആയിട്ടുണ്ട് കേട്ടോ, 1:30 ആയിട്ടുണ്ട്. അപ്പോൾ ഈ സമയമായിട്ടാ തോന്നുന്നു വണ്ടികളൊക്കെ ഭയങ്കര കുറവായിരുന്നു. നേരെ മറിച്ച് ഞങ്ങൾ പോരുന്ന സമയത്ത് ഒത്തിരി വണ്ടി ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് സമയമൊക്കെ ബ്ലോക്ക് ആക്കിയിട്ടൊക്കെ നിൽക്കുകയൊക്കെ ചെയ്തു. പക്ഷെ ഞാൻ അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ ഇതാ ഞാൻ പറഞ്ഞല്ലോ പോണ വഴിക്ക് കുറേ കൂട്ടുകാരുണ്ടായിരുന്നു. ഇതാ കണ്ടോ, ഒരാൾ ഒറ്റയ്ക്ക് എന്തോ കവറിൽ ആരോ കഴിച്ചിട്ട് ബാക്കി കഴിക്കാൻ തോന്നുന്നു കേട്ടോ. അപ്പോൾ ഇതുപോലെ ഭക്ഷണങ്ങളൊന്നും വേസ്റ്റ് ഇവിടെ ഇടരുത് എന്നൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ആൾക്കാർ എന്നാലും അതുപോലെ ചെയ്തതാ തോന്നുന്നു. ഇതാ കണ്ടോ, ഒരാൾ മാത്രമേ ഉള്ളൂ കേട്ടോ ഇവിടെ. ഇനി കുറച്ചങ്ങോട്ട് പോയാൽ കുറച്ചുകൂടി ആൾക്കാരൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇതാ നമ്മൾ ബോർഡർ കടന്നു കേട്ടോ. ഇത് തമിഴ്നാട്ടിലേക്ക് കടക്കുകയാണ്.
അപ്പോൾ ഇതുവരെ റോഡൊക്കെ നല്ല പിന്നെ എന്താ പറയുക നല്ല സൂപ്പർ റോഡായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് കടന്നപ്പോൾ കുറച്ച് കുണ്ടും കുഴിയും കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആയ റോഡുകളായി. പിന്നെ അതാ കുറച്ച് കൂട്ടുകാരും കൂടെ അവിടെ ഉണ്ട് കേട്ടോ. അവരിങ്ങനെ വണ്ടികൾ പാസ് ചെയ്യണതൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കണം, എന്തൊക്കെയോ കഴിക്കണമുണ്ട് കേട്ടോ. അപ്പോൾ ഈ വലിയ ആൾ നമ്മളെ കാറുമ്മയ്ക്കൊക്കെ ഒന്ന് ചാടി കേട്ടോ. അപ്പോൾ കണ്ണനൊന്ന് പേടിക്കുകയൊക്കെ ചെയ്തു. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ കാറിൻ്റെ ഗ്ലാസ് തുറന്നിട്ടില്ല കേട്ടോ. ഗ്ലാസ് തുറന്നാൽ നേരെ കാറിൻ്റെ ഉള്ളിലേക്കൊക്കെ കയറും. അപ്പോൾ ഏട്ടൻ പറഞ്ഞു ഗ്ലാസ് എന്തായാലും തുറക്കരുത് എന്ന് പറഞ്ഞതാ. കണ്ടോ മുകളിലേക്ക് കയറിയപ്പോൾ അപ്പം തന്നെ ചാടി, പിന്നെ വീണ്ടും ചാടിട്ടോ, ഒന്നുകൂടെ ചാടിയിട്ടുണ്ട്. അപ്പോൾ കണ്ണൻ ഭയങ്കര പേടിച്ചു. അവന് മുന്നിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അവൻ്റെ അടുത്തേക്ക് വരുമോ എന്ന് കരുതിയിട്ട് പേടിച്ചു കേട്ടോ. അപ്പോൾ എന്തായാലും നല്ല രസമായിരുന്നു. കുട്ടികൾക്ക് അത്ര അടുത്തുനിന്ന് കാണാൻ പറ്റിയത് കൊണ്ട് തന്നെ നല്ല എന്താ പറയുക സൂപ്പറായിരുന്നു കേട്ടോ. അതാ കണ്ടോ മൂപ്പര് അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഇങ്ങനെ നോക്കുകയാണ്, എന്തെങ്കിലുമൊക്കെ ഉണ്ടോ, ഇതുപോലെ ആരെങ്കിലുമൊക്കെ കൊടുക്കുന്നുണ്ടാവും ഇങ്ങനെ വണ്ടിയിലൊക്കെ വരുമ്പോഴേ, അതായിരിക്കും നോക്കണത് ഇങ്ങനെ. പിന്നെ അങ്ങോട്ട് പോണ വഴിയിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, കുറേ ആൾക്കാരുണ്ടായിരുന്നു. കുറേ ആൾക്കാർ ഫുഡ് കഴിക്കുന്നുണ്ട്, കുറേ ആൾക്കാർ എന്തൊക്കെയോ തല്ലുവിടണം, അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അതാ അത് ചെക്ക് പോസ്റ്റ് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ എത്തിയപ്പോഴേക്കും നമ്മുടെ വണ്ടിയിലൊക്കെ പ്ലാസ്റ്റിക് ഉണ്ടോ അതേപോലെ ഒന്ന് ചെക്ക് ചെയ്യും കേട്ടോ. പിന്നെ എങ്ങോട്ടാണ് പോണത്, എന്തിനാണ് പോണത്, അതൊക്കെ നമ്മളവിടെ പറഞ്ഞു കൊടുക്കണം. എന്നതിന് ശേഷമേ നമ്മളെ വിടുള്ളൂ കേട്ടോ. പ്ലാസ്റ്റിക്കിൻ്റെ ചെറിയ ബോട്ടിലൊക്കെ ഉണ്ടല്ലോ, പിന്നെ 1 ലിറ്ററിൻ്റെയൊക്കെ, അതാണെങ്കിൽ അതവിടെ മേടിച്ച് വെക്കും കേട്ടോ. നമ്മളെ കയ്യിൽ പിന്നെ 5 ലിറ്ററിൻ്റെ ക്യാനായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊന്നും മേടിച്ച് വയ്ക്കൂല. ഒരു ലിറ്ററിൻ്റെയൊക്കെ ആണെങ്കിൽ അതവരെ മേടിച്ച് വയ്ക്കും കേട്ടോ. പക്ഷേ നമ്മളിങ്ങോട്ട് തിരിച്ചു പോരുമ്പോൾ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. അങ്ങനെ ചെക്കിങ്ങോ കാര്യങ്ങളൊന്നുമില്ല. തമിഴ്നാട്ടിലേക്ക് കയറുമ്പോൾ അവരെ പിന്നെ എന്താ പറയുക പ്ലാസ്റ്റിക് വിമുക്തമാണോ എന്നൊക്കെ നോക്കിയിട്ടേ അവർ വിടുള്ളൂ കേട്ടോ. അപ്പോൾ അതാ ഞങ്ങൾ ഗൂഡല്ലൂർ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നാടുകാണിയിൽ നിന്ന് ഗൂഡല്ലൂരിക്ക് ഒരു റൂട്ടും സുൽത്താൻ ബത്തേരിക്ക് ഒരു റൂട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിനെ വന്നവർക്കൊക്കെ അറിയുന്നുണ്ടാവും. അപ്പോൾ സുൽത്താൻ ബത്തേരി വഴി ഞാൻ പോയിട്ടുണ്ട് കേട്ടോ. ഇവിടെ അമ്മേൻ്റെ അനിയത്തീൻ്റെ മോൾ അങ്ങോട്ട് വയനാട്ടിലേക്ക് കൽപ്പറ്റയ്ക്കാണ് കല്യാണം കഴിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങോട്ട് 2-3-4 പ്രാവശ്യം പോയിട്ടുണ്ട്. ഈ വഴി ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ പോരുന്നത്. അപ്പോൾ എന്തായാലും ഗൂഡല്ലൂരൊന്ന് കാണാനായി ഈ ഒരു ട്രിപ്പ് കൊണ്ട്. പിന്നെ ഇവിടെ ഒരു ഫാക്ടറി ഉണ്ട് കേട്ടോ തേയിലേൻ്റെ. അപ്പോൾ ഏട്ടൻ പറഞ്ഞിരുന്നു അവിടെയൊക്കെ പോവാം എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ആ ഫാക്ടറിയിൽ എന്തോ ഒന്ന് സൺഡേ ആയതുകൊണ്ടാണ് തോന്നുന്നു പിന്നെ അലൗഡ് അല്ല പറഞ്ഞിട്ടോ, വിസിറ്റേഴ്സിന് അലൗഡ് അല്ല പറഞ്ഞു. അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ പോയില്ല. കയറി ചോദിക്കുകയൊക്കെ ചെയ്തു കേട്ടോ ഏട്ടന്. പിന്നെ അതേപോലെ തന്നെ വേറെ എന്തോ ഒരു ഫാമും കൂടെ ഉണ്ട് പറഞ്ഞിരുന്നു. പക്ഷേ അതിൻ്റെ വഴി ശരിക്ക് കറക്റ്റ് ഓർമ്മയില്ല പറഞ്ഞിട്ടോ ഏട്ടന്. അപ്പോൾ പിന്നെ ഞങ്ങൾ അങ്ങോട്ടും പോയില്ല. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കറങ്ങിയിട്ട് അങ്ങനെ പോന്നു കേട്ടോ. അപ്പോൾ അത് കാണുന്നവർക്ക് വിചാരിക്കും എന്താ വട്ടാണോ എന്ന് ചോദിക്കും കേട്ടോ. വട്ടൊന്നല്ല, യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് ഇനി എങ്ങനെ എന്ത് ഇല്ലെങ്കിലും എന്ത് കണ്ടിട്ടില്ലെങ്കിലും ജസ്റ്റ് ഇങ്ങനെ യാത്ര പോകണത് ഭയങ്കര രസമായിരിക്കും കേട്ടോ. അപ്പം ഞാൻ അങ്ങനത്തെ ഒരാളാണെങ്കിൽ യാത്ര പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് ആ മടുപ്പ് വരില്ല. പിന്നെ അതാ ഞങ്ങളൊരു തേയിലത്തോട്ടത്തിൻ്റെ അവിടെ നിർത്തി കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ് കേട്ടോ. നല്ല ഭംഗിയല്ലേ ഇങ്ങനെ തേയിലത്തോട്ടങ്ങൾ ഇങ്ങനെ കാണാൻ. അപ്പോൾ ഏട്ടൻ അങ്ങനെ പറഞ്ഞു തരുമായിരുന്നു കേട്ടോ. ഈ ഇപ്പോൾ ഇടുക്കിക്ക് പോയാലും ഈ ഒരു സംഭവം തന്നെയാണ് അവിടെയും കാണുക, മൂന്നാർ ആ ഭാഗത്തൊക്കെ. അപ്പോൾ അവിടെ ഒന്നും ഞാൻ പോയിട്ടില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ പറയും നമുക്ക് അങ്ങോട്ടൊക്കെ ഒന്ന് പോകണം കാണണം എന്നൊക്കെ. അപ്പോൾ ഏട്ടൻ ഇങ്ങനെ പറയുമായിരുന്നു ഇടുക്കിയിലും ഇതുപോലെ തന്നെയാണ് എന്നിങ്ങനെ പറയുമായിരുന്നു കേട്ടോ. അപ്പോൾ അതാ ഞങ്ങൾ ഇവിടുന്ന് ഒരു മാനിനെ കണ്ടു. പക്ഷേ അത് ഫോൺ എടുത്തപ്പോഴത്തേനും അത് പോയി കേട്ടോ. അവർ ആൾക്കാരെ കണ്ടതുകൊണ്ടാണ് തോന്നുന്നു പെട്ടെന്ന് പോയി. പിന്നെ ഞങ്ങൾ അവിടെ നിന്നൊക്കെ ഇറങ്ങി പെട്ടെന്ന് പോന്നു കേട്ടോ. ഫോട്ടോസും കാര്യങ്ങളൊക്കെ ലാസ്റ്റ് കൊടുക്കാം. പിന്നെ ഞങ്ങൾ തിരിച്ച് പോന്നപ്പോൾ ഒരു ചായക്കടയിൽ കയറിയിട്ടോ, ചായ കുടിക്കാൻ വിചാരിച്ചിട്ട്. അപ്പോൾ ചായക്കട ഒരു ചെറിയ കടയാണ്, പക്ഷേ അവിടുത്തെ പലഹാരങ്ങളൊക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ വിലയും തന്നെ ഭയങ്കര കുറവായിരുന്നു. 5 രൂപയുള്ളൂ ഇട്ടുണ്ടായിരുന്നത്. അത് അവിടെ പരിപ്പ് വട ഉണ്ടായിരുന്നു, പിന്നെ വട ഉണ്ടായിരുന്നു, പിന്നെന്താ മുട്ട ബജി, അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കഴിച്ച് പിന്നെ നേരെ വീട്ടിലേക്ക് തന്നെ പോന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഞങ്ങളുടെ വട്ടുപിടിച്ച യാത്രയൊക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ കൂട്ടുകാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. കൂടെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കൂടെ ചെയ്യുക, കമൻറ്റും കൂടെ അയക്കുക കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം. താങ്ക്